ക്രിസ്തുയേശുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം. 84 സങ്കീർത്തനം 1 വാക്യം നമ്മൾ അതിൻ്റെ ഒരു ഭാഗം ചിന്തിപ്പാനിടയായി തീർന്നു. ഇന്ന് നാം അത് മറ്റൊരു വചനത്തോട് ഇണചേർത്ത് ചിന്തിക്കുകയാണ്. അതിൽ സൈന്യങ്ങളുടെ യഹോവേ തിരുനിവാസം എത്ര മനോഹരം എന്നാണ് സങ്കീർത്തനക്കാരൻ അവിടെ പറയുന്നത്. അതായത് സങ്കീർത്തനക്കാരനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ മന്ദിരത്തെ ഏറ്റവും ഭംഗിയുള്ളതായി തനിക്ക് തൻ്റെ കണക്കുകൂട്ടലിലും തൻ്റെ അറിവിലും ഒതുങ്ങാത്ത തരത്തിൽ ആ സൗന്ദര്യത്തെ താൻ കാണുകയാണ്. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു ഭാഗവും കൂടി ചിന്തിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ട് ഫലം പറിച്ചു തിന്ന് ഭർത്താവിനും കൊടുത്തു. ഉടനെ ഇരുവരുടെയും കണ്ണു തുറന്നു, തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. അത്തിയില കൂട്ടിത്തിന്നി തങ്ങൾക്ക് അരയാട ഉണ്ടാക്കി. ഇവിടെ ദൈവത്തിൻ്റെ വചനം നമുക്ക് എല്ലാവർക്കും അറിവുള്ള ഒരു വചനഭാഗമാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി. അവിടെ അവന് കഴിയാനുള്ള സന്തോഷത്തോടെ ആനന്ദത്തോടെ കഴിയുവാനുള്ള എല്ലാ നന്മയും ഉള്ള ഒരു തോട്ടമായി ദൈവം അതിനെ സൃഷ്ടിച്ചിരുന്നു. കർത്താവ് പറഞ്ഞതനുസരിച്ച് തോട്ടത്തിൻ്റെ നടുവിൽ ഒരു വൃക്ഷം നിൽക്കുന്നുണ്ട്. ആ വൃക്ഷം സൂക്ഷിക്കണം. അതിലുണ്ടാകുന്ന ഫലം അത് ഭക്ഷിച്ചാൽ നന്മയും തിന്മയും തമ്മിൽ തിരിച്ചറിയും. അതിൻ്റെ കാരണം തിന്നുന്ന നാളിൽ മരിക്കും. അതുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ ആ വൃക്ഷഫലത്തിലേക്ക് നോക്കുകയോ അല്ലെങ്കിൽ അത് കാണുമ്പോൾ അതിനെ ഭംഗിയുള്ളതായിട്ടോ മനുഷ്യർക്ക് ആവശ്യമുള്ളതായിട്ടോ ശ്രദ്ധിക്കത്തക്കതായിട്ടോ യാതൊന്നും അതിൽ കണ്ടിരുന്നതായിട്ട് നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കുന്നില്ല. എന്നാൽ ഒരു നാളിൽ ദൈവത്തിൻ്റെ എതിരാളിയായ പിശാച്, സാത്താൻ എന്ന പഴയ പാമ്പ്, ആ പാമ്പിനെ സംബന്ധിച്ചിടത്തോളമാണ് അവിടെ വാദിച്ചത്, പറഞ്ഞത്. സ്ത്രീയുടെ അടുക്കൽ വന്നതിന് ശേഷം ഈ തോട്ടത്തിൻ്റെ വൃക്ഷങ്ങളുടെ ഫലം തിന്നരുതെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? അവൾ പറഞ്ഞു, ഈ തോട്ടത്തിൽ നിൽക്കുന്ന സകല വൃക്ഷത്തിൻ്റെയും ഫലം ഞങ്ങൾക്ക് തിന്നാം. എന്നാൽ ഈ തോട്ടത്തിൻ്റെ നടുവിൽ നിൽക്കുന്ന നന്മ തിന്മകളെക്കുറിച്ച് തിരിച്ചറിയുന്ന വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, അതിൽ തൊടുകയും അരുതെന്ന് ദൈവം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. ഇത് കേട്ടപ്പോൾ പിശാച് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല. ഈ വൃക്ഷത്തിൻ്റെ ഫലത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇത് നിങ്ങൾ തിന്നാൽ നിങ്ങൾ ആ സമയത്ത് ദൈവത്തെ പോലെയാണ്. അത് ദൈവത്തിനറിയാം. ബാക്കി കൂടുതലൊന്നും പറഞ്ഞില്ല. പിന്നെ അവൾക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, അപ്പം എന്തുകൊണ്ടാണ് ദൈവം ഇത് ഇങ്ങനെ തുടരുതെന്ന് പറഞ്ഞത്?
എന്തുകൊണ്ടാണ് നോക്കരുതെന്ന് പറഞ്ഞത്, എന്തുകൊണ്ടാണ് തിന്നരുതെന്ന് പറഞ്ഞത്, എന്തുകൊണ്ടാണ് അത് വിലക്കിയത്, എന്തുകൊണ്ടാണ് ബാക്കിയുള്ള എല്ലാ വൃക്ഷത്തിൻ്റെയും ഫലം നമുക്ക് തിന്നാം, ഇത് മാത്രം തിന്നരുതെന്ന് പറഞ്ഞത്. ഇങ്ങനെ അനേക ചിന്തകൾക്കൊരു തുടക്കം ശത്രു അവിടെ ആരംഭിച്ചിട്ട് പോയി എന്നുള്ളത് മാത്രമാണ് നമ്മോട് കാണുന്നത്. എന്തായിരുന്നാലും ശത്രു പറഞ്ഞ ആ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് സ്ത്രീ ആ വൃക്ഷത്തിലേക്ക് നോക്കി. ഇതിനു മുമ്പ് ഒരിക്കൽ ഈ വൃക്ഷം ദൈവം നട്ട് പരിപാലിച്ചതും, ദൈവം ഭൂമിയിൽ നിന്ന് മുളപ്പിച്ചതും, വൃക്ഷത്തിൽ നട്ടിരിക്കുന്നതും, ഫലം കായ്ക്കുന്നതും, തങ്ങളെ എന്നിവിടെ സൃഷ്ടിച്ചാക്കിയോ അന്നു മുതൽ തങ്ങൾ കണ്ടുവരുന്നതുമാണ്. പക്ഷെ ഇന്ന് മാത്രം ഒരു പ്രത്യേകത എന്തെന്നാൽ ആ വൃക്ഷഫലം കാണാൻ ഭംഗിയുള്ളതെന്ന് ഹൗവ കണ്ടു. തിന്മാൻ നല്ലതാണ്, കാണാൻ ഭംഗിയുള്ളതാണ്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമാണ് എന്ന് സ്ത്രീ കണ്ടു. ഈ ഭംഗി എവിടെ നിന്ന് വന്നു? ഇന്നുവരെയും കാണാത്ത ഭംഗി ആ വൃക്ഷഫലത്തിന് എവിടെ നിന്ന് വന്നു? നമ്മൾ അവിടെ ഒരു കാര്യം പഠിക്കുന്നത്, അവിടെ വൃക്ഷഫലത്തിന് അപ്പോൾ മാറ്റമൊന്നും വന്നിരുന്നില്ല. വൃക്ഷഫലം ആദ്യം ഉള്ളതുപോലെ തന്നെ അപ്പോഴും നിൽക്കുന്നു. പിന്നെ മാറ്റം വന്നത് എവിടെയാണ്? മാറ്റം വന്നത് സംശയമൊന്നും വേണ്ട, സ്ത്രീയുടെ ഹൃദയത്തിന് തന്നെ മാറ്റം. അവളുടെ മനസ്സിനാണ് മാറ്റം വന്നത്. അവളുടെ മനസ്സിൽ മാറ്റം വരാൻ തക്കവണ്ണം പിശാച് പുറപ്പെടുവിച്ച വചനം അവളുടെ ഉള്ളിൽ വന്നു. അത് അവൾ വിശ്വസിച്ചു എന്നർത്ഥം. ഓ, അവിടെ നിന്ന് വേറൊരു ചരിത്രം ആരംഭിക്കുകയാണ്. കാഴ്ച മാറുകയാണ്. അപ്പൊ മനുഷ്യന്റെ കാഴ്ചയ്ക്ക് വ്യത്യാസം വരുത്തുവാൻ കഴിവുള്ള ഒന്നാണ് ഉപദേശം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനം അത് നഷ്ടപ്പെട്ടു പോയാൽ, ആ വചനത്തെ അവിശ്വസിച്ചാൽ, മറ്റ് ഏതെങ്കിലും ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള വചനങ്ങൾ ഹൃദയത്തിൽ പ്രവേശിച്ചെന്നിരിക്കട്ടെ, അതും മനുഷ്യന്റെ കാഴ്ചയ്ക്ക് മാറ്റം വരുത്തുവാൻ കഴിവുള്ളത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, അണ്ണാക്ക് ഭക്ഷണത്തെ രുചിച്ചു നോക്കുന്നില്ലയോ, ചെവി വാക്കുകളെ ശോധന ചെയ്യുന്നില്ലയോ. അതായത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പുറമേയുള്ള മനുഷ്യൻ, അകമേയുള്ള മനുഷ്യൻ എന്നിങ്ങനെ രണ്ട് മാനുഷിക വശങ്ങൾ മനുഷ്യനുണ്ട്. പുറമേയുള്ള മനുഷ്യന്റെ ആഹാരം ലോകത്തിലെ ഭൗതിക ഭക്ഷണമാണ്. അകമേയുള്ള മനുഷ്യന്റെ ആഹാരം വചനമാണ്. പുറമേയുള്ള മനുഷ്യന്റെ ആഹാരം ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നത് വായിൽ കൂടിയും അണ്ണാക്ക് രുചിച്ചു നോക്കിയാണ് കുടലിലേക്ക് ഇറക്കുന്നത്. അകമേയുള്ള മനുഷ്യന്റെ ആഹാരം ചെവിയിൽ വെച്ച് വാക്കുകളെ ശോധന ചെയ്ത് ഹൃദയത്തിൽ സ്വീകരിച്ചാണ് പ്രവേശിക്കുന്നത്. ശരീരത്തിൽ വയറിലേക്ക് ചെന്ന ഭക്ഷണം കുടലിൽ പരിണമിച്ച് അത് ശരീരത്തിലേക്ക് വ്യാപിക്കുന്നു. ഇതുപോലെ ഹൃദയത്തിലേക്ക് ചെന്ന വചനം വിശ്വാസമായി പരിണമിച്ച് അവൻ്റെ ജീവനിലേക്ക് പരിണമിക്കും. ഇങ്ങനെയാണ് അകത്തെ മനുഷ്യൻ വളരുന്നത്, പുറത്തെ മനുഷ്യൻ വളരുന്നത്. അകത്ത് ചെന്ന ഭക്ഷണം അനുസരണത്തിൽ കൂടി, അകത്ത് ചെന്ന ഭക്ഷണം
ദഹനത്തിൽ കൂടി ശരീരത്തിന്റെ ഭാഗമായി തീരുന്നു. ഹൃദയത്തിൽ ചെന്ന് വിശ്വാസമായി തീർന്ന വചനം അനുസരണമായി തീർന്ന് ജീവനായി പരിണമിച്ച് ആത്മമനുഷ്യൻ വളരുന്നു. ഇത് ദൈവത്തിന്റെ വചനത്തിൽ ആത്മീക മനുഷ്യന്റെയും ഭൗതിക മനുഷ്യന്റെയും വളർച്ചയെക്കുറിച്ച് വചനം പറഞ്ഞിട്ടുള്ള ഓരോ ഭാഗങ്ങളാണ്. അതുകൊണ്ടാണ് ഇയ്യോബ് ദിവസം 36 അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, ജ്ഞാനികളെ എൻ്റെ വചനം കേൾപ്പീൻ, വിദ്വാൻമാരെ എനിക്ക് ചെവി തരുവീൻ. അണ്ണാക്ക് ഭക്ഷണത്തെ രുചിച്ചു നോക്കുന്നു, ചെവിയോ വചനങ്ങളെ ശോധന ചെയ്യുന്നു. ന്യായമായുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം, നന്മയായിട്ടുള്ളത് നമുക്ക് തന്നെ ആലോചിച്ചറിയാം. ഇങ്ങനെ ഒരു സംവിധാനമാണ് ഈ ലോകത്തിൽ വെച്ചിരിക്കുന്നത്. ഇപ്രകാരം മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് വചനം പ്രവേശിച്ചാൽ അത് വലിയ മാറ്റമൊന്നും വരുത്തില്ല. എന്നാൽ അത് വിശ്വാസമായി പരിണമിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ വചനം പറയുന്നത്, വിശ്വസിച്ച വചനം അവനിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കും. അത് രക്തം മുഴുവൻ വ്യാപരിച്ചുകൊണ്ടിരിക്കും. ഇവിടെ ദൈവത്തിന്റെ വചനം ദൈവത്തിന്റെ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന കൽപ്പനകൾ പ്രകാരമാണ്. ശുദ്ധീകരണം കൂടാതെ ആരും ദൈവത്തെ കാണുകയില്ല. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. അപ്പോൾ ഹൃദയത്തിന്റെ ശുദ്ധീകരണം കൊണ്ട് ദൈവത്തെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഹൃദയത്തിന്റെ അശുദ്ധി കൊണ്ട് പാപത്തെ കാണാനും സാധിക്കും. ഇവിടെ അതാണ് സംഭവിച്ചത്. അതായത് ശത്രുവായ പിശാച് മനുഷ്യനെ ചൂണ്ടിക്കാണിച്ചതിന് ശേഷം പറയുന്നതാണ്, ദൈവം പറഞ്ഞല്ലോ മരിക്കുമെന്ന്, എന്നാൽ മരിക്കില്ല. അത് തിന്നുന്ന നാളിൽ നിങ്ങൾ ദൈവത്തെ പോലെയാകുമെന്ന് ദൈവം അറിയുന്നു. ഈ ഉപദേശം ഹവ്വയിൽ പ്രവേശിച്ചു. ചെവി വാക്കുകളെ ശോധന ചെയ്ത് പ്രവേശിപ്പിക്കണം എന്ന് വചനത്തിലുള്ളതുപോലെ അത് ശോധന ചെയ്തില്ല, ഹൃദയത്തിൽ പ്രവേശിച്ചു. ദൈവവചനത്തിന് വിരുദ്ധമായിട്ടൊരു വചനം വിശ്വസിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്, അതിനെ ധിക്കരിച്ച് ആ വചനം, ശത്രുവിന്റെ വചനം വിശ്വസിച്ച വചനം ശരീരത്തിൽ വ്യാപരിച്ചതോടുകൂടി കാഴ്ചപ്പാട് മാറി. ദൈവം ദിനം പ്രതി ഏദൻ തോട്ടത്തിൽ വന്ന് ആദാമും ഹവ്വയുമായി ഒരുമിച്ച് നടന്ന് സന്തോഷിച്ചിരുന്ന സ്ഥാനത്ത് ദൈവത്തെ കണ്ടാൽ മരിച്ചു പോകുമെന്നുള്ള അവസ്ഥയിൽ വരുവാൻ തക്കവണ്ണം അവർ ദൈവത്തിൽ നിന്നാകുന്നു. അപ്പോൾ തുറന്നതാണ് പാപത്തെ കാണുന്ന കണ്ണ്. അരുതെന്ന് പറഞ്ഞിരിക്കുന്നത് കൽപ്പനാ ലംഘനം പാപമാകുന്നു. അരുതെന്ന് ചെയ്യുവാൻ ആഗ്രഹമുണ്ടാകത്തക്കവണ്ണം ആ വൃക്ഷഫലത്തിൽ നന്മ കണ്ടെത്തി. ആ വൃക്ഷഫലം കാണുവാൻ ഭംഗിയുള്ളതും തിന്നാൻ നല്ലതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമാണ് എന്ന് സ്ത്രീ കണ്ടു. കാഴ്ചപ്പാടിന് വ്യത്യാസം വന്നതിൻ്റെ കാരണം അവളുടെ ജീവനിൽ വചനം വ്യാപരിച്ചു. ഏത് വചനം വ്യാപരിച്ചു? ദൈവത്തിൻ്റെ വചനത്തെ ധിക്കരിച്ചുകൊണ്ട് എതിരാളിയുടെ വചനത്തെ സ്വീകരിച്ച്
അത് വിശ്വസിച്ച് അത് വ്യാപരിച്ചു. ഇന്ന് ഹൃദയം അശുദ്ധമായി, അവൾ മലിനപ്പെട്ടു. ഇന്ന് അവൾ നോക്കുമ്പോൾ, ആ വൃക്ഷഫലത്തിലേക്ക് നോക്കുമ്പോൾ എന്നും കാണുന്നത് പോലെയല്ല. അതിൽ തൊടുന്നതും അതിനെ ഭക്ഷിക്കുന്നതും പാപമായിട്ട് കണക്കിട്ടിരുന്ന സ്ഥാനത്ത് ഇന്ന് ജ്ഞാനം പ്രാപിപ്പാൻ അത് നല്ലതാണ്, തിന്നാൻ നല്ലതാണ്, കാണാൻ എന്ത് ഭംഗിയാണ്. മലിനപ്പെട്ട ഒരുവന്റെ ദൃഷ്ടിയിൽ പാപം സൗന്ദര്യമുള്ളതാണ്. ലോകത്തിലേക്ക് നോക്കുമ്പോൾ അവന് ഈ ലോകം മുഴുവനും ആസ്വദിക്കാനുള്ളതാണ്. പാപത്താൽ നിറയപ്പെട്ട ഈ ലോകത്തെ നിമിഷ നേരം കൊണ്ട് കർത്താവിന് കാണിച്ചു കൊടുത്തതിന് ശേഷം പിശാച് പറഞ്ഞു, ഇതാ ഈ കാണുന്ന സകലതും എങ്കിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. നീ വീണ് എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഇതെല്ലാം നിന്റേതാകും. അവൻ ആ വാക്ക് അവന്റെ ചെവികളിലെത്തി. ഹൃദയത്തിൽ വിശ്വാസമായി പരിണമിച്ചില്ല, അത് അവനിൽ വ്യാപരിച്ചില്ല. അതുകൊണ്ട് അവന്റെ ദൃഷ്ടിക്ക് ഒരു മാറ്റവും വരുത്തിയുമില്ല. അവൻ പറഞ്ഞവനെ ശാസിച്ചു, നിന്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് വചനത്തിൽ എഴുതിയിരിക്കുന്നു. ഇന്നും അവന്റെ ദൃഷ്ടിയിൽ കാണുവാൻ ഭംഗിയുള്ളത് ദൈവ തേജസ്സും ദൈവമുഖവും മാത്രം. എന്നാൽ മലിനപ്പെടുമ്പോൾ പാപത്തിൽ സൗന്ദര്യത്തെ കാണും. ഇതുകൊണ്ടാണ് വചനം പത്രോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, അവർ പാപം കണ്ട് തൃപ്തി വരാത്ത കണ്ണുള്ളവർ, വ്യഭിചാരിണിയെ കണ്ട് തൃപ്തി വരാത്ത കണ്ണുള്ളവർ. പാപം കാണുമ്പോൾ അതിൽ ഹൗവ കണ്ടതുപോലെ സൗന്ദര്യത്തെ കാണുന്നവൻ ഒരിക്കലും കർത്താവിന്റെ തിരുമുഖത്തെ കാണാൻ സാധിക്കുകയില്ല. അതിന്റെ കാരണം അവന്റെ ദൃഷ്ടിയിൽ ഹൗവ കണ്ടതുപോലെ പാപത്തിലാണ് സൗന്ദര്യം. കർത്താവിന്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിന്റെ സൗന്ദര്യത്തെക്കാൾ പാപത്തിലാണ് അവന്റെ ദൃഷ്ടി. കാരണം അവന്റെ ദൃഷ്ടിയിൽ സൗന്ദര്യമുള്ളത് അതാണ്. എന്നാൽ അവിടം കൊണ്ടും വിഷയം തീരുന്നില്ല. അവളുടെ കാഴ്ചപ്പാട് മാറി. വൃക്ഷഫലം തിന്നാൻ നല്ലത്, കാണുവാൻ ഭംഗിയുള്ളത്, ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമെന്ന് കണ്ടു, ചെന്ന് പറിച്ച് തിന്നു, ഭർത്താവിനും കൊടുത്തു. രണ്ടുപേരും ഭക്ഷിച്ചു. ഉടനെ തന്നെ തങ്ങളുടെ ശരീരത്തിലെ വ്യത്യാസം അറിഞ്ഞു. ആ വ്യത്യാസം ആയിരുന്നു തങ്ങൾ നഗ്നരെന്ന് കണ്ടെത്തിയ സമയം. അന്നുവരെയും നഗ്നരായിരുന്നു, നാണം തോന്നിയില്ല. അന്നു മുതൽ, ആ സമയം മുതൽ, ഈ ഫലം പറിച്ച് തിന്ന സമയം മുതൽ അവരുടെ നഗ്നത അവർക്ക് ബോധ്യപ്പെട്ടു. തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞു. മാത്രമല്ല, ദൈവത്തെ കാണാൻ ഭയപ്പെട്ടു. അവർ ഓടി മറഞ്ഞു. നഗ്നത മറയ്ക്കാൻ അവരൊരു പ്രവൃത്തി ചെയ്തു. ദൈവത്തിന്റെ വചനം പറയുന്നത്, ഇന്ന് പുതിയ നിയമസഭയ്ക്ക്
ദൈവം പാപത്തെ വിട്ടൊഴിഞ്ഞ് മനുഷ്യവംശം തങ്ങളുടെ മഹത്വം നഷ്ടപ്പെട്ട് പാപത്തിലും തുടർന്ന് ഇത്രയേറെ ഹീനതയിലും അകപ്പെട്ടു പോയ അവസ്ഥയിൽ നിന്ന് തിരികെ വരാൻ മാർഗം നിർദ്ദേശിച്ചിരിക്കുന്നു. അതിന് ശാസ്ത്രീയ മാർഗങ്ങളോ മറ്റ് ഏതെങ്കിലും വഴികളോ അല്ല. പിന്നെയോ അങ്ങനെ വരാനായിട്ട് ദൈവത്തിനൊരു വഴിയുണ്ട്. എങ്ങനെ ഈ വീഴ്ച സംഭവിച്ചുവോ അതേപോലെ തന്നെ അതിന് എതിരായിട്ടും സംഭവിക്കണം. എങ്ങനെ സംഭവിക്കണം? ഒന്നാമത്തത്, ഹവ്വയോട് പിശാച് വന്ന് ചോദിച്ചതുപോലെ പിശാച് ഹവ്വയുടെ അടുക്കൽ വന്ന് അവളോട് സംസാരിച്ചതുപോലെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ സുവിശേഷം അറിയിക്കുന്നവൻ സത്യത്തെ അറിയിക്കണം. സത്യം കേൾക്കുന്നവൻ ഹവ്വ ആ ഭോഷ്ക് വിശ്വസിച്ചതിന് വിപരീതമായി ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സുവിശേഷം കേൾക്കുമ്പോൾ ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിന്റെ നാമത്തെയും കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന പീലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനമേറ്റു. അപ്പോസ്തലപ്രവൃത്തി പുസ്തകം 8-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അന്ന് അതിന് വിപരീതമായി ക്രിസ്തുയേശുവിന്റെ നാമത്തെ കുറിച്ചുള്ള സുവിശേഷം പ്രസംഗിക്കുകയും അത് കേൾക്കുകയും അത് വിശ്വസിക്കുകയും അത് വ്യാപരിക്കുകയും ചെയ്യുമ്പോൾ കേൾക്കുന്നവന്റെ കാഴ്ചപ്പാട് വ്യത്യാസം വരുന്നു, മാറ്റം വരുന്നു. എന്തൊക്കെ സംഭവിക്കണം? അണ്ണാക്ക് ഭക്ഷണത്തെ രുചിച്ചു നോക്കുന്നത് പോലെ ചെവി വാക്കുകളെ ശോധന ചെയ്യണം. ചെവിയിൽ വീണ് സുവിശേഷ വചനം ശോധന ചെയ്യണം. ഭക്ഷണം കുടലിൽ പരിണമിക്കുന്നത് പോലെ ഹവ്വയിൽ സാത്താന്റെ വചനം വിശ്വാസമായി പരിണമിച്ചതുപോലെ വിപരീതമായി ദൈവസഭയിലേക്ക് വരുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ സുവിശേഷം വിശ്വാസമായി പരിണമിക്കണം. ഹവ്വ വിശ്വസിച്ച ദുഷ്ടന്റെ വചനം വ്യാപരിച്ചതുപോലെ ദൈവസഭയിൽ വരുന്ന ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ വീണ വചനം വിശ്വാസമായി പരിണമിച്ച് ജീവനിൽ വ്യാപരിക്കണം. വ്യാപരിച്ച വചനം ഹവ്വയുടെ ദൃഷ്ടിയെ മാറ്റിയതുപോലെ, ഹവ്വയുടെ കാഴ്ചപ്പാടിനെ മാറ്റിയതുപോലെ സുവിശേഷ വചനം വിശ്വസിച്ച മനുഷ്യന്റെ കാഴ്ചപ്പാട് മാറണം. ശത്രുവിന്റെ വചനത്താൽ കാഴ്ചപ്പാട് മാറിയ ഹവ്വ ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യമുള്ളതെന്ന് പാപത്തിൽ സൗന്ദര്യം കണ്ടതിന് വിപരീതമായി ഈ ലോകത്തെ നോക്കി ഇതിന്റെ വ്യർത്ഥത കണ്ട് അനന്യനായ, മാറ്റമില്ലാത്തവനായ, നീതിമാനായ യേശുവിനെ കണ്ട് അവനിൽ
സൗന്ദര്യത്തിന്റെ പൂർണ്ണത കണ്ടെത്തണം. സുവിശേഷം വ്യാപരിക്കുന്നവരിൽ സംഭവിക്കുന്ന കാര്യം അത്. സുവിശേഷം ആ വചനം ഓർത്തുകൊള്ളണം. 1 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. തെസ്സലോനിക്ക ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന 1 തെസ്സലോനിക്ക 2:13 ശ്രദ്ധയോടെ നമ്മൾ വായിക്കണം. അപ്പോസ്തലന്മാർ പ്രസംഗിച്ച വചനം കേട്ടു, കേട്ടവരെന്ത് ചെയ്തു? ചെവി വാക്കുകളെ ശോധന ചെയ്യുന്നു. ഭക്ഷണം അണ്ണാക്കിൽ വെച്ച് രുചിച്ച് പ്രാപിക്കുന്നത് പോലെ ചെവി വാക്കുകളെ ശോധന ചെയ്ത് അത് ദൈവവചനമാണെന്ന് മനസ്സിലാക്കി ഹൃദയത്തിൽ സ്വീകരിച്ചു. ഈ വിശ്വസിച്ച വചനം അവരിൽ വ്യാപരിച്ചു. ഹവ്വ വിശ്വസിച്ചതിന് വിപരീതമായി സുവിശേഷ വചനം മനുഷ്യനിൽ വ്യാപരിച്ചു. അവന്റെ കാഴ്ചപ്പാട് മാറി. ലോകത്തിന്റെ വ്യർത്ഥത അവന് വെളിപ്പെട്ടു. അവന്റെ ദൃഷ്ടിക്ക് അവൻ നോക്കി, ഈ ലോകത്തിലേക്ക് നോക്കി, പാപമാണ്. യേശു പറഞ്ഞതുപോലെ ഈ ലോകത്തിന്റെ പ്രവൃത്തി ദോഷമുള്ളതെന്ന് യേശു ഈ ലോകത്തെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞതുകൊണ്ട് ലോകം യേശുവിനെ പകച്ചു. അതുപോലെ ഈ ലോകത്തിലേക്ക് നോക്കി, ഈ ലോകത്തിൽ നിന്ന് ലോകത്തിലെ ഇത് മായയാണെന്നും ഈ ലോകത്തിന്റെ പ്രവൃത്തി ദോഷമുള്ളതെന്നും അത് പാപമെന്നും കണ്ടു. ഇത്രയും വന്നപ്പോൾ അടുത്തത് കാഴ്ചപ്പാട് മാറിയ ഹവ്വ ആ ഫലം പറിച്ചു തിന്നതുപോലെ മനുഷ്യൻ ലോകത്തിന്റെ വ്യർത്ഥത കണ്ട് മനസ്സിലാക്കി പാപത്തെയും നീതിയെയും ന്യായവിധിയെക്കുറിച്ചും ബോധ്യം വന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നീതിബോധം വന്ന അവൻ ഹവ്വ പഴം പറിച്ചു തിന്നതിന് വിരുദ്ധമായ ഒരു പ്രവൃത്തി ചെയ്യാൻ പോവാം. ആ പ്രവൃത്തിയെക്കുറിച്ചാണ് ഫിലിപ്പോസും ഷണ്ഡനും തമ്മിലുള്ള ബന്ധത്തിൽ അവർ യാത്ര ചെയ്തു പോകുമ്പോൾ ആ കാഴ്ചപ്പാട് പ്രാപിച്ച ഷണ്ഡൻ ചോദിക്കുകയാണ്, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം? ഷണ്ഡൻ ചോദിക്കുകയാണ്, ഇതാ വെള്ളമുള്ള സ്ഥലം വന്നല്ലോ, ഇനി ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധം? ഹവ്വ കാഴ്ചപ്പാട് മാറി ഫലം പറിച്ചു തിന്നതിന് വിപരീതമായിട്ട് ആദാമ്യ പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കാനുള്ള ആഗ്രഹത്തിന്റെ ശബ്ദമാണത്. അതിനും സ്തെഫാനോസ് പറയുന്ന ഒരു മറുപടിയുണ്ട്, ഫിലിപ്പോസ് പറയുന്ന ഒരു മറുപടിയുണ്ട്. ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്ത് വിരോധമെന്ന് ചോദിച്ചപ്പോ ഫിലിപ്പോസ് പറഞ്ഞ മറുപടി ഇപ്രകാരം, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ ആകാം. ഞാൻ ഈ പറഞ്ഞ വചനങ്ങളുണ്ടല്ലോ, ചെവിയിൽ ശോധന ചെയ്ത് കേട്ട് ഹൃദയത്തിൽ വിശ്വാസമായി പരിണമിച്ച് പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശരീരം മുഴുവനും വ്യാപരിക്കുന്നുണ്ട്. അങ്ങനെ വചനം വ്യാപരിക്കുന്നുണ്ടെങ്കിൽ നിന്റെ കാഴ്ചപ്പാട് ദൈവം മാറ്റിയിട്ടുണ്ട്. അങ്ങനെ പൂർണ്ണ ഹൃദയത്തോടെ നീ വിശ്വസിക്കുന്നുവെങ്കിൽ മാത്രമാകാം. ഷണ്ഡൻ പറഞ്ഞു,
യേശുക്രിസ്തു ദൈവപുത്രനെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു മനുഷ്യന്റെ വിശ്വാസത്തിന്റെ പൂർണ്ണത യേശുക്രിസ്തു ദൈവപുത്രൻ മതി. അവൻ കാര്യം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഫിലിപ്പോസിന് ബോധ്യപ്പെട്ടു. ഫിലിപ്പോസ് സമ്മതിച്ചു. ഇരുവരും വെള്ളത്തിലിറങ്ങി. കണ്ടനെ ഫിലിപ്പോസ് സ്നാനപ്പെടുത്തി വെള്ളത്തിൽ നിന്ന് കയറി. കണ്ടൻ നോക്കി, ഫിലിപ്പോസിനെ നോക്കി, കാണുന്നില്ല. ദൈവത്തിന്റെ ആത്മാവ് ഫിലിപ്പോസിനെ മറ്റെവിടേക്കോ എടുത്തുകൊണ്ടുപോയി ശുശ്രൂഷയ്ക്ക് വേണ്ടി. കണ്ടനാകട്ടെ സന്തോഷിച്ച് ഭവനത്തിലേക്ക് പോയി ഇന്ന് തന്നിൽ തന്നെ മാറ്റമറിയുകയാണ്. ഫലം പറിച്ചു നിന്ന് തങ്ങൾ നഗ്നരെന്ന് അറിഞ്ഞതുപോലെ അതിന് വിരുദ്ധമായിട്ട് വിശ്വസിച്ച വചനം വ്യാപരിച്ച് ദൃഷ്ടി മാറ്റിക്കിട്ടിയവൻ, പാപത്തെ കണ്ട് അതിൻ്റെ വ്യർത്ഥതയെ മനസ്സിലാക്കി കർത്താവിനെ കണ്ടവൻ, സ്നാനത്തിൽ പാപത്തെ കഴുകിക്കളഞ്ഞ് ഇന്ന് നീതിമാനായവനെ കാണുന്നു. മാത്രമല്ല, പൗലോസ് പറഞ്ഞതുപോലെ സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. മതിലിനിപ്പുറത്ത് കടന്നു. ലജ്ജ എന്ന് പറയുന്നത് ഒരു മതിലാണ്. ലോക മനുഷ്യന് സുവിശേഷം ലജ്ജയാണ്. ദൈവജനത്തിന് ലോകജീവിതം ലജ്ജയാണ്. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞത്, മുൻപ് നിങ്ങൾക്ക് എന്ത് പ്രയോജനം ഉണ്ടായിരുന്നു? കർത്താവിനെ അറിയുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ജീവിച്ചിരുന്നല്ലോ. നിങ്ങൾക്ക് എന്ത് പ്രയോജനം ഉണ്ടായിരുന്നു? ഇന്ന് നിങ്ങൾ ഓർക്കുമ്പോൾ അതിനെക്കുറിച്ച് ലജ്ജ തോന്നുന്നില്ലേ? പഴയ ജീവിതത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ലജ്ജ തോന്നും. പഴയ ജീവിതത്തിൽ കിടക്കുന്നവർക്ക് സുവിശേഷത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. ഇടകലരുകയില്ല. ഇതുകൊണ്ടാണ് ദൈവജനവും ലോക മനുഷ്യനും തമ്മിൽ ഇടകലരാതിരിക്കുന്നതാണ്. എന്നാൽ ഈ ലജ്ജ എന്ന നടിച്ചുവർ മനുഷ്യന്റെ വിശ്വാസിയുടെ അകൃത്യ നിമിത്തം, ലംഘന നിമിത്തം ലജ്ജ പോകും. അവരോടാണ് കർത്താവ് പറയുന്നത്, നാണമില്ലാത്ത ജാതിയെ കൂടി വരുവീൻ. നിങ്ങൾ ചെയ്ത തെറ്റ് നിമിത്തം ഇന്ന് നിങ്ങൾക്ക് നാണമില്ല എന്ന്. എന്നാൽ ന്യായവിധിയുടെ ദിവസം വരുന്നതിന് മുമ്പേ കൂടി വന്ന് പാപത്തെ കഴുകിക്കളഞ്ഞ് പഴയ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ലജ്ജിക്കുക. പഴയ ജീവിതത്തെക്കുറിച്ച് ഓർത്ത് ഇടിഞ്ഞുപോയ മതിൽ വീണ്ടും പണിയുക. ഈ ലജ്ജ ജീവിതത്തിൽ വരട്ടെ. ഇല്ല എങ്കിൽ ദൈവത്തിൻ്റെ ചെയ്ത തെറ്റിന് ന്യായവിധി വരും. അതുകൊണ്ട് കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, ലോകത്തിന്റെ സ്വാധീനത്തിൽ നിന്ന് മാറി ദൈവത്തിങ്കിലേക്ക് വന്ന സഭ എന്തു ചെയ്തു, എന്ത് അനുഭവിച്ചു എന്നുള്ള ചോദ്യം ഏറ്റവും പ്രസക്തമാണ്. ആ പ്രസക്തിയാണ് നാം ചിന്തിക്കുന്നത്. മനുഷ്യവംശം എങ്ങനെ തങ്ങൾക്കുള്ളത് മുഴുവൻ നഷ്ടപ്പെട്ട് ഈ അവസ്ഥയിൽ വന്നുവോ, അതിന് ദൈവം വ്യക്തമായ ഒരു മറുക്രിയ, ഒരു എതിർ ക്രിയ ദൈവം പ്രമാണമാക്കി വെച്ചിട്ടുണ്ട്.
എങ്ങനെ പുറത്തു പോയോ അതേപോലെ തന്നെ അകത്തു വരാനും ഒരു വ്യവസ്ഥ ദൈവം വെച്ചിരിക്കുന്നതാണ് ദൈവസഭയിൽ കൂടി വരുവാനുള്ള ഈ വ്യവസ്ഥ. അത് ഹൃദയപൂർവം അനുഭവിക്കുന്നവനും ചെയ്യുന്നവനും ഇതിനകത്ത് വരും. അവിടെയാണ് കണ്ടൻ പറഞ്ഞതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. എന്താണെന്നറിയാമോ? ഇപ്പൊ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? ഈ സുവിശേഷം കേട്ടല്ലോ, ഈ കാര്യങ്ങളെല്ലാം നീ മനസ്സിലാക്കിയല്ലോ. പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുവെങ്കിൽ സ്നാനപ്പെടാം, കുഴപ്പമില്ല. അപ്പോ റോമാലേഖനം 6-ാം അധ്യായത്തിന്റെ 18-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, നിങ്ങളെ പഠിപ്പിച്ച ഉപദേശരൂപത്തെ ഹൗവയെ സാത്താൻ പഠിപ്പിച്ചതിന് നിങ്ങൾ മരിക്കുകയില്ല, പിന്നെന്ന നാളിൽ ദൈവത്തെ പോലെ ആകുമെന്ന് ദൈവം അറിയുന്നുവെന്ന് ഹൗവയെ പഠിപ്പിച്ച് അവളെ കൊണ്ട് പാപത്തിൽ സൗന്ദര്യം ദർശിപ്പിച്ച് പാപം പ്രവർത്തിപ്പിച്ച ആ പ്രവൃത്തിക്ക് വിരുദ്ധമായിട്ട് നിങ്ങളെ കർത്താവ് ഉപദേശം പഠിപ്പിച്ച് ആ ഉപദേശത്തെ ഹൃദയപൂർവ്വം അനുസരിക്കുന്നുവെങ്കിൽ അനുസരിച്ച് പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചിരിക്കുന്നു. ഈ ഉപദേശമാണ് ഇന്ന് ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ നമ്മൾ പ്രാപിക്കുന്നതും അനുസരിക്കുന്നതും പാപമോചനം പ്രാപിക്കുന്നതും. ഇതാണ് അപ്പോസ്തലനായ പൗലോസിനോട് പറഞ്ഞിരിക്കുന്നത്. നിന്നെ വിളിച്ചത് എന്തിനെന്നറിയാമോ? നീതിമാനായവനെ കാണണം, ദൈവത്തിന്റെ ഇഷ്ടം അറിയണം, അവന്റെ വായിൽ നിന്നുള്ള ഉപദേശം കേൾക്കണം. ഈ 3 കാര്യങ്ങൾക്കാണ് നിന്നെ വിളിച്ചിരിക്കുന്നത്. പാപത്തിൽ ലോകം അതിന്റെ പ്രവൃത്തി ദോഷമുള്ളതാണ്, ഇത് മാറിപ്പോകുന്നതാണ്, ഇതിൽ വിശ്വസിക്കത്തക്കതായ ഒന്നുമില്ല, ഇതിൽ സൗന്ദര്യം കാണുന്നവൻ, ഇതിൽ നന്മ കാണുന്നവൻ ഹൗവ ആ ഫലത്തിൽ കണ്ട ഭംഗി മാത്രമേ കാണുന്നുള്ളൂ. എന്നാൽ മാറ്റമില്ലാത്തവനായ നീതിമാനായ ഒരുവൻ സുവിശേഷത്തിൽ കൂടി പ്രസംഗിക്കപ്പെടുന്നുണ്ട്. അവനാണ് ക്രിസ്തുയേശു, മാറ്റമില്ലാത്തവൻ, വിശ്വസിക്കാവുന്നവൻ, അവനിൽ വ്യാജമില്ല. അവനെ അത്രേ നാം സ്വീകരിക്കുന്നത്, അവനെ അത്രേ നാം പ്രാപിക്കുന്നത്. അവൻ സർവാംഗ സുന്ദരൻ. ലോകമല്ല ഭംഗിയുള്ളത്, അവനാണ് ഭംഗിയുള്ളവൻ, അവനാണ് പൂർണ്ണതയുള്ളവൻ. അവൻ മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. അവനെ ആരാധിക്കാം, അവനെ മഹത്വപ്പെടുത്താം. ഒരു കർത്താവിന്റെ ദാസൻ പറഞ്ഞ വാക്കാണ് നമ്മൾ ആദ്യം വായിച്ചു കേട്ടത്. സൈന്യങ്ങളെ യഹോവേ, തിരുനിവാസം എത്ര മനോഹരം. എങ്ങനെ ആ തിരുനിവാസത്തിൽ സൗന്ദര്യം കണ്ടു, എങ്ങനെ സൗന്ദര്യം കണ്ടു? ആ കണ്ട വിധമാണ് നാം ഇവിടെ കേൾക്കുവാനും പഠിക്കാനും ഇടയായി തീർന്നത്. സത്യവചനത്തെ യഥാർത്ഥമായിട്ട് കേട്ട് പഠിച്ച് ഗ്രഹിച്ച് വ്യാപരിച്ച് ദൃഷ്ടിക്ക് മാറ്റം വന്ന്
അനുസരിച്ച് ശരീരത്തിൽ തന്നെ, വീണ്ടെടുപ്പ് കഴിയാത്ത ഈ ശരീരത്തിൽ തന്നെ കർത്താവിൻ്റെ ആധിപത്യം അനുഭവിച്ച് നാളെ കർത്താവിൻ്റെ പ്രത്യക്ഷതയെങ്കിൽ നമ്മുടെ ജീവനായ ക്രിസ്തു തേജസ്സിൽ വെളിപ്പെടുമ്പോൾ നാമും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടുമെന്നുള്ള കർത്താവിൻ്റെ വചനത്താൽ ആ നല്ല നാളേക്ക് വേണ്ടി കാത്തിരിപ്പാൻ ദൈവാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ.